ഹലോ എവ്രിവൺ. നമ്മളിന്ന് PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 1 പാർട്ട് 1 കുറച്ച് ഭാഗമാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻസ്. The term computer is derived from the word compute. Computer എന്ന വേർഡ് ഏത് ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്? കമ്പ്യൂട്ട് എന്ന പദത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുത്തത്. A computer is an electronic device that takes data and instruction as an input from the user, processes data and provides useful information known as output. കമ്പ്യൂട്ടർ എന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇത് എന്താണ് ചെയ്യുന്നത്? ഡേറ്റയെ സ്വീകരിക്കുകയും ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ടായിട്ട് യൂസറിൽ നിന്ന് സ്വീകരിക്കുകയും ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുകയും ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും ചെയ്യുന്നു. ഇതാണ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുന്നു. ആരിൽ നിന്ന്? യൂസറിൽ നിന്ന്. ഏത് തരത്തിൽ? ഇൻപുട്ട് ആയിട്ട് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുന്നു. ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു. പിന്നെ അതെന്താണ്? യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നു. ദ ഇലക്ട്രോണിക് ഡിവൈസ് ഈസ് നോൺ ആസ് ഹാർഡ്വെയർ. ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. The set of instruction is known as software. Set of instructions നെ പറയുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന്. അടുത്തായിട്ട് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ഡാറ്റ. ഒരു ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു, ഇൻഫർമേഷൻ ആയിട്ട് പോകുന്നു. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുന്നു, അത് ഇൻഫർമേഷൻ ആയിട്ട് പോകുന്നു. അടുത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ ഈസ് ഫാസ്റ്റ്. കമ്പ്യൂട്ടർ വളരെ വേഗതയുള്ളതാണ്. ആൻഡ് ആക്യുറേറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം, അതായത് വേഗതയും കൃത്യതയുമുള്ള ഇലക്ട്രോണിക് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ. ഡിസൈൻഡ് ടു ആക്സെപ്റ്റ് ആൻഡ് സ്റ്റോർ ഇൻപുട്ട് ഡേറ്റ, പ്രോസസ് ദം ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് റിസൾട്ട്സ് യൂസിങ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ സ്റ്റോർഡ് പ്രോഗ്രാം. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഒരു ഇൻപുട്ട് ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുകയും ആ ഇൻപുട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്യുകയും എന്നിട്ട് എന്താണ് അതിനെ പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഔട്ട്പുട്ട് റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തുപയോഗിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ സ്റ്റോർഡ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന്റെ രീതിയിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അടുത്ത ഒന്നാമത്തെ സ്പീഡ്. കമ്പ്യൂട്ടർ എക്സിക്യൂട്ട്സ് വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. കമ്പ്യൂട്ടർ ഒരു സമയം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഈ എക്സിക്യൂഷൻസ് നടക്കുന്നത്. ആക്യുറസി, കൃത്യത. ദ ഇൻസ്ട്രക്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് വിത്തൗട്ട് എനി മിസ്റ്റേക്സ്. അതായത് ഒരു മിസ്റ്റേക്സും കൂടാതെ തന്നെയാണ് എന്താണ് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് നല്ലൊരു ഔട്ട്പുട്ട് തരുന്നത്. കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് ആയിരിക്കും കമ്പ്യൂട്ടർ നമുക്ക് തരുന്നത്. വാസ്റ്റ് സ്റ്റോറേജ് മീഡിയ. അതായത് in a computerized system, a very large amount of data can be stored. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വെരി ലാർജ് എമൗണ്ട്, വളരെ വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ കഴിയും. അടുത്തത് ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ. എ കമ്പ്യൂട്ടർ ഹാസ് 4 മെയിൻ കമ്പോണൻസ്. കമ്പ്യൂട്ടറിന് 4 മെയിൻ കമ്പോണൻസ് ഉണ്ട്. ഒന്നാമത്തത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഈ 4 കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്. ഇതാണ് ആ ഒരു ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം. അതായത് ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്. ഈ ഒരു CPUവിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പ്രൈമറി മെമ്മറി, കൺട്രോൾ യൂണിറ്റ്, അർത്ഥമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, ALU ഒക്കെ. ആദ്യം തന്നെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU എന്താണെന്ന്. CPU ആക്ട് ആസ് ദ കമ്പ്യൂട്ടർ ബ്രെയിൻ. അതായത് CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ്, ബ്രെയിൻ ആണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. എന്താണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്? CPU ആണ്. CPU is responsible for the overall working of all components of the computer. CPU ആണ് ഈ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പോണൻസിന്റെയും ഓവറോൾ വർക്കിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു CPU ആണ്. ഈ CPU ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഈ CPUവിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ALU ആണ്. രണ്ടാമെന്ന് വെച്ചാൽ കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? The ALU performs arithmetic operations and conducts the comparison of information for logical decision. അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ
അർത്ഥമെറ്റിക് ഓപ്പറേഷൻസും അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യുന്നത് കമ്പാരിസൺ ലോജിക്കൽ ഡിസിഷൻസിന് കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. Control unit. The control unit is responsible for sending, receiving the control signals from to all components. അതായത് എല്ലാ കമ്പോണൻസിന് വേണ്ടിയിട്ടുള്ള എന്താണ് സിഗ്നൽസ് റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ജോലിയാണ് ഈ ഒരു കൺട്രോൾ യൂണിറ്റിനുള്ളത്. അടുത്തത് മെമ്മറി. The memory unit of the computer is used to store data, instructions for processing data, intermediate results for processing and the final processed information. അതായത് മെമ്മറി യൂണിറ്റ് ചുരുക്കം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ. ഡാറ്റ മാത്രമാണോ? ഇൻസ്ട്രക്ഷൻസ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ, അതിനുശേഷം ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്, അതുപോലെ ഫൈനൽ പ്രോസസ്ഡ് ഇൻഫർമേഷൻ. ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് മെമ്മറി. The memory of computer of two types. മെമ്മറി, ഒരു കമ്പ്യൂട്ടർ മെമ്മറി രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ചാൽ പ്രൈമറി മെമ്മറിയാണ്, രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി ഫാസ്റ്റർ ആണ്, സ്പീഡിന്റെ കാര്യത്തിൽ ഫാസ്റ്റർ ഇൻ സ്പീഡിന്റെ കാര്യത്തിൽ വളരെ വേഗതയുള്ളതാണ്. ലെസ് ഇൻ സൈസ്, അതായത് സൈസ് വളരെ. പ്രൈമറി മെമ്മറി കൺസിസ്റ്റ് ഓഫ് റോം, റീഡ് ഒൺലി മെമ്മറി, റാം, റാൻഡം ആക്സസ് മെമ്മറി. റോം, റീഡ് ഒൺലി മെമ്മറി. ഇറ്റ് സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. കമ്പ്യൂട്ടർ ഓഫ് ആയാലും ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ആര്? റോം, റീഡ് ഒൺലി മെമ്മറി. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടർ ഓഫ് ആയാലും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഇറ്റ് ഈസ് ദ പെർമനന്റ് മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണിത്. വേർ ദ കണ്ടന്റ്സ് കനോട്ട് ബി മോഡിഫൈഡ് ബൈ ആൻ എൻഡ് യൂസർ. എൻഡ് യൂസറിന് ഇതിലെ കണ്ടന്റ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. ROM is called non-volatile memory because it never loses its contents. ROM എന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, കാരണം ഇതിന്റെ കണ്ടന്റ്സ് ഒരിക്കലും ലോസ് ആവില്ല, നഷ്ടപ്പെടുകയില്ല. ROM holds instructions that the computer needs to operate. അതായത് കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് ROM. ROM stores critical programs such as the program that boots the computer. അതായത് ബൂട്ട് ചെയ്യുന്ന ഈ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും ലോഡ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്, ബൂട്ട് എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ പ്രോഗ്രാംസ്, ആ ഒരു ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, ക്രിട്ടിക്കൽ പ്രോഗ്രാംസും ആരാണ് സ്റ്റോർ ചെയ്യുന്നത്? ROM ആണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, PROM. PROM is a memory on which data can be written only once. അതായത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയിൽ ഡാറ്റ ഒരിക്കൽ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ കഴിയുള്ളൂ. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ദ ഇൻഫർമേഷൻ ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ്. ഇൻഫർമേഷൻസ് ഇറേസ് ചെയ്യാനും കഴിയും, റീപ്രോഗ്രാം ചെയ്യാനും കഴിയും. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ മെമ്മറി. ഇത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയാണത്. ആൻഡ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഡിഫേഴ്സ് ഫ്രം എ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഇൻ ദാറ്റ് എ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ക്യാൻ ബി റിട്ടേൺ ടു ഓൺലി വൺസ് ആൻഡ് കനോട്ട് ബി ഇറേസ്ഡ്. അതായത് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഒരിക്കൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ, പക്ഷെ അത് ഇറേസ് ചെയ്യാനും കഴിയും. ബട്ട് ആൻ അൾട്രാ വയലറ്റ് ലൈറ്റ് ഈസ് യൂസ്ഡ് ടു ഇറേസ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറിയിലെ കണ്ടന്റ്സിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, EEPROM. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി ഈസ് എ റീസെന്റ് ഡെവലപ്ഡ് ടൈപ്പ് ഓഫ് മെമ്മറി. അതായത് റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. ദിസ് ഈസ് ഇക്വലന്റ് ടു EEPROM. EEPROM ഇക്വലന്റ് ആയിട്ടുള്ളതാണ്. ബട്ട് ഡസ് നോട്ട് റിക്വയർ അൾട്രാ വയലറ്റ് ലൈറ്റ് ടു ഇറേസ് ഇറ്റ്സ് കണ്ടന്റ്. അതായത് കണ്ടന്റ് എന്ത് ചെയ്യണം? കണ്ടന്റ് ഇറേസ് ചെയ്യാൻ വേണ്ടി അൾട്രാ വയലറ്റ് ലൈറ്റ് ആവശ്യമില്ല. It can be erased by exposing it to an electrical charge. അതായത് ഇലക്ട്രിക്കൽ ചാർജിൽ എക്സ്പോസ് ചെയ്യുന്നത് വഴി ഇറേസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. EEPROM is not as fast as RAM or other types of ROM. അതായത് റാമോ അല്ലെങ്കിൽ മറ്റ് ടൈപ്സ് ഓഫ് റോമിന്റെ അത്ര ഫാസ്റ്റ് അല്ല. A flash memory is a special type of EEPROM that can be erased and reprogrammed. ഫ്ലാഷ് മെമ്മറിയും ഇത് കണക്കൊരു സ്പെഷ്യൽ ടൈപ്പ് മെമ്മറിയാണ്, ഇറേസ് ചെയ്യാനും കഴിയും, റീപ്രോഗ്രാം ചെയ്യാനും കഴിയും. അടുത്തത് റാൻഡം ആക്സസ് മെമ്മറി.
It contains all types of intermediate and temporary data to be used by the CPU. അതായത് ഈ ഒരു മെമ്മറിയിൽ എന്താണുള്ളത്, എല്ലാ തരത്തിലുള്ള ഇന്റർമീഡിയറ്റും ടെമ്പററി ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. CPU ഉപയോഗിക്കുന്ന ഡാറ്റാസ് ഉണ്ടായിരിക്കും. CPU can work or process only that data which is present in the RAM. റാമിലുള്ള ഡാറ്റാസ് ഉപയോഗിച്ച് മാത്രമേ CPU-ന് വർക്ക് ചെയ്യാനോ പ്രോസസ് ചെയ്യാനോ കഴിയത്തുള്ളൂ. Any data present in the secondary memory needs to be first brought to RAM and only then can it be used by the CPU. അതായത് ഈ ഒരു സെക്കൻഡറി സ്റ്റോറേജിലുള്ള ഡാറ്റ ആദ്യം എവിടെ എത്തണം? റാമിൽ എത്തണം. റാൻഡം ആക്സസ് മെമ്മറിയിൽ എത്തിയാൽ മാത്രമേ CPU-ന് അത് എന്ത് ചെയ്യാൻ കഴിയൂ? ഉപയോഗിക്കാൻ കഴിയുള്ളൂ. Data can be both written and read from this memory. It is called a read or write memory. അതായത് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാനും കഴിയും, റിട്ടേൺ ചെയ്യാനും പറ്റും. റിട്ടേൺ ചെയ്യാൻ കഴിയും, റീഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്ന് പറയുന്നത്. റാം ഈസ് ഓളറ്റൈൽ. അതായത് റാം ഒരു ഓളറ്റൈൽ മെമ്മറിയാണ്. അതായത് മീനിങ് ദാറ്റ് ഇറ്റ് ലോസ്റ്റ് its contents when the computer is turned off or if there is a power failure. അതായത് ഒരു പവർ ഫെയിലിയർ ഉണ്ടാവും, കമ്പ്യൂട്ടറിന് ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിലുള്ള റാമിലുള്ള ഡാറ്റാസ് ഒക്കെ ലോസ് ആവും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് മെമ്മറിയാണ്. ഗിഗാ ബൈറ്റ്സിലൊക്കെ ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ചീപ്പറാണ്, slower than primary memory, permanent in nature. Anything stored in secondary memory remains available if the computer is switched off. Computer switch off ആയാലും എന്ത് സംഭവിക്കും? സെക്കൻഡറി മെമ്മറിയിലുള്ള സാധനം നഷ്ടപ്പെടില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അടുത്തത് ഇൻപുട്ട് ഡിവൈസസ്. Input devices accept data and instruction from the user or from another computer system. Input devices എന്താണ് ചെയ്യുന്നത്? ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആരിൽ നിന്ന് സ്വീകരിക്കുന്നു? യൂസറിൽ നിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും സ്വീകരിക്കുന്നു. അടുത്തത് the most common input devices are keyboard which accept letters, numbers and commands from the user. കീബോർഡ് എന്താണ് ചെയ്യുന്നത്? ലെറ്റേഴ്സും നമ്പേഴ്സും കമാൻഡ്സും ഒക്കെ യൂസറിൽ നിന്നും സ്വീകരിക്കുന്നു. അടുത്തത് മൗസ് allows the user to select elements on the screen such as tools and icons. ടൂൾസും ഐക്കൺസും ഒക്കെ ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ നിന്നുള്ള എലമെന്റ്സിനെ യൂസറിനെ സെലക്ട് ചെയ്യാൻ കഴിയുക ഒരു മൗസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റിംഗ് ഡിവൈസ്. ഇത് പോയിന്റിംഗ് ഡിവൈസ് എന്നറിയപ്പെടുന്നു. മെയിൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റർ ഓർ കഴ്സർ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിലെ പോയിന്ററോ കഴ്സറോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് മൗസ്. അതുകൊണ്ടാണ് ഇതിനെ പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. സ്കാനർ. എ സ്കാനർ കൺവേർട്സ് ഡോക്യുമെന്റ്സ് ആൻഡ് ഇമേജസ് ആസ് ഡിജിറ്റലൈസ്ഡ് ഇമേജസ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, അതായത് മനസ്സിലാകുന്ന രീതിയിലായിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് ഇമേജസ് ഇമേജസിലോട്ട് ഡോക്യുമെന്റ്സിനെ ഇമേജസിനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. അടുത്തത് ജോയിസ്റ്റിക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മാൾ വെർട്ടിക്കൽ ലെവൽ മൗണ്ടഡ് ഓൺ ദ ബേസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റിയർ ദ സ്ക്രീൻ കഴ്സർ അറൗണ്ട്. അത് മൈക്രോഫോൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ദ വോയിസ് ഓർ മ്യൂസിക് ആസ് ഡാറ്റ. അതായത് ഡാറ്റയെ വോയിസ് ആയിട്ടോ മ്യൂസിക് ആയിട്ടോ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മൈക്രോഫോൺ. അടുത്ത ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, OCR. OCRന്റെ പ്രൂഫും ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. In OCR, the optical character recognition techniques permit the direct reading of any printed character. അടുത്തതായിട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് റിട്ടേൺ പ്രോസസ്ഡ് ഡാറ്റ ടു ദ യൂസർ ഓർ അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഒരു യൂസറിനോ എന്താണ് കൊടുക്കുന്നത്? പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ മോണിറ്റർ. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ മോണിറ്റർ. The monitor is the most commonly used output device that produces visual display generated by the computer. Computer generate ചെയ്യുന്ന visual displays output ആയിട്ട് കൊടുക്കുന്നതാണ് മോണിറ്റർ. The display device is used for visual presentation of textual and graphical information. ടെക്സ്റ്റുവലും ഗ്രാഫിക്കൽ ഇൻഫർമേഷൻസിനെയും വിഷ്വൽ പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആണ് ആര്? മോണിറ്റർ. അതായത് മോണിറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നത് CRT, മറ്റത് LCD. CRT എന്ന് വെച്ചാൽ കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ് ആണ്. ഇത് ലാർജ് ഇൻ സൈസ് ആയിരിക്കും, സ്പേസ് വളരെ കൂടുതലായിട്ട് വേണ്ടി വരും.
അടുത്ത ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD മോണിറ്റേഴ്സ്. ഇത് തിന്നായിരിക്കും, ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ സ്പേസും തിന്നും ലൈറ്റ് വെയിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് സ്പേസും ലെസ്സർ മതി. അടുത്തത് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പിക്ചർ എലമെന്റ്സ് ഓർ പിക്സൽസ് ഓഫ് ദ സ്ക്രീൻ. ഒരു സ്ക്രീനിലെ നമ്പർ ഓഫ് പിക്ചർ എലമെന്റ്സോ അല്ലെങ്കിൽ പിക്സൽസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രിന്റർ. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഈ ടെക്സ്റ്റോ ഇമേജസോ ഒക്കെ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബൈ പ്രിന്റിങ് യു ക്രിയേറ്റ് വാട്ട് ഈസ് നോൺ ആസ് ഹാർഡ് കോപ്പി. ഒരു പ്രിന്ററിൽ നമ്മൾ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജോ ഒക്കെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്നതിന് എന്തെന്ന് പറയും? ഹാർഡ് കോപ്പി എന്ന് പറയും. ദ ടു മെയിൻ ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് ആർ. രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രിന്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇമ്പാക്ട് പ്രിന്റേഴ്സും മറ്റത് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഈ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് തന്നെ ലൈൻ പ്രിന്റർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സീരിയൽ പ്രിന്റർ ആയിട്ടും തിരിച്ചിട്ടുണ്ട്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അടുത്ത നോൺ ഇമ്പാക്റ്റിന് തെർമൽ പ്രിന്റർ എന്നും ലേസർ പ്രിന്റർ എന്നും ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്നും അതിന് തരം തിരിച്ചിട്ടുണ്ട്. അതാണ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ്. അടുത്ത സ്പീക്കർ ആണ്. സ്പീക്കർ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇത് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ആര്? സ്പീക്കർ. അടുത്തത് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഒരു കമ്പ്യൂട്ടറിലോട്ട് ഈ ഒരു പ്ലോട്ടർ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ലാർജ് ഡോക്യുമെന്റ്സ്, അതായത് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ്, ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ. അടുത്ത സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ദ കമ്പ്യൂട്ടർ മേ നീഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ്, ഡാറ്റ എക്സെട്ര. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് ഡാറ്റ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് ഈസ് ഓൾസോ കോൾഡ് ബാക്കപ്പ് സ്റ്റോറേജ്. നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് സെക്കൻഡറി സ്റ്റോറേജ്. ദ ആവറേജ് ടൈം റിക്വയർഡ് ടു റീച്ച് എ സ്റ്റോറേജ് ലൊക്കേഷൻ ആൻഡ് ഒബ്റ്റെയിൻ ഇസ് കണ്ടൻസ് ഈസ് കോൾഡ് ആക്സസ് ടൈം. അതായത് നമുക്ക് ആ സ്റ്റോറേജ് ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ആ ഒരു കണ്ടൻസ് ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആവറേജ് ടൈമിനെയാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. അടുത്ത മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഈസ് എ മാഗ്നറ്റിക് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ്. ഓൺ വിച്ച് യു ക്യാൻ സ്റ്റോർ കമ്പ്യൂട്ടർ ഡാറ്റ. ഒരു കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് ഡിസ്ക് ആണ് എന്തോന്ന്? ഹാർഡ് ഡിസ്ക്. ദ ഹാർഡ് ഡിസ്ക് ഈസ് ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് മീഡിയം ആണ് ഹാർഡ് ഡിസ്ക്. ദിസ് മീൻസ് യു ക്യാൻ സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ റാൻഡംലി. ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാനും റാൻഡം ആയിട്ട് റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും കഴിയും. ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ആസ് എ സീരീസ് ഓഫ് കോൺസെൻട്രേറ്റിക് റിങ്സ്. ഡാറ്റ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു കോൺസെൻട്രേറ്റിക് റിങ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈച്ച് റിംഗ് ഈസ് കാൾഡ് ട്രാക്ക്. ഓരോ റിങ്ങിനെ എന്തെന്ന് പറയും? ട്രാക്ക് എന്ന് പറയും. ഈ സബ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് സെക്ടേഴ്സ്. ഇതിന് നമ്പർ ഓഫ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ടറും എന്താണ് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഡാറ്റ എലമെന്റ്സ്, ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഡാറ്റ എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. The smallest unit that can be written to or read from the disk is a sector. That is ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്ന് വെച്ചാൽ ബൈറ്റ്സിലോ ക്യാരക്ടേഴ്സിലോ ആയിരിക്കും. അപ്പം നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് സെക്ടർ. The storage capacity of a hard disk can be gigabytes. ഒരു ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണ്? എങ്ങനെയായിരിക്കും? ഗിഗാബൈറ്റ്സിലാണ്. The access time consists of a seek time required to position the read-write head to a location and transfer time to require transfer data or from the device. Seek time എന്ന് വെച്ചാൽ ആ ഒരു ഡാറ്റ റീഡ് ഓർ റൈറ്റ് ചെയ്യാനുള്ള സമയം. ട്രാൻസ്ഫർ ടൈം എന്ന് വെച്ചാൽ ആ നമ്മൾ റീഡ് ഓർ റൈറ്റ് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യണം? ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് ട്രാൻസ്ഫർ ടൈം എന്ന് പറയുന്നത്. അടുത്ത മാഗ്നറ്റിക് സ്റ്റോറേജ്. മാഗ്നറ്റിക് ടേപ്പ്. Magnetic tape memories are similar to commonly used audio tape records. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ ടേപ്പ് റെക്കോർഡ്സിന് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ് മാഗ്നറ്റിക് ടേപ്പ് മെമ്മറീസ്. The tape medium on which data is recorded is sealed in a cartridge. അതായത് ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റയെ നമ്മൾ ഒരു കാർട്രേജിൽ സ്റ്റോർ ചെയ്ത് വെക്കും, സീൽ ചെയ്ത് വെക്കും. അടുത്തത് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ഡാറ്റ ഈസ് മാഗ്നറ്റിക് സർഫസ് റെക്കോർഡിംഗ് യൂസ് എ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ഹെഡ്. അതായത് മാഗ്നറ്റിക് റെക്കോർഡിംഗ് ഹെഡ് ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ടാപ്പ് ഈസ് എ സീരിയൽ ആക്സസ് മീഡിയം. മാഗ്നറ്റിക് ടാപ്പ് ഒരു സീരിയൽ ആക്സസ് മീഡിയം ആണ്. സോ ഡാറ്റ കനോട്ട് ബി റാൻഡംലി ലൊക്കേറ്റഡ്. ഡാറ്റ റാൻഡംലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, സീരിയൽ ആയിട്ടായിരിക്കും അതിന്റെ ഒരു ആക്സസ്. അടുത്തത് ഫ്ലോപ്പി ഡിസ്ക്. ദ ഫ്ലോപ്പി ഡ്രൈവ്സ് യൂസസ് എ തിൻ സർക്കുലർ ഡിസ്ക് ഫോർ ഡാറ്റ സ്റ്റോറേജ്. ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ഡിസ്ക് ആണ് ഉപയോഗിക്കുന്നത്.
Disk drives for floppy disk are called floppy drives. ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക് ഡ്രൈവ്സിന് ഫ്ലോപ്പി ഡ്രൈവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, പോർട്ടബിൾ ആണ്, റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്ത ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്. ഒപ്റ്റിക്കൽ ഡിസ്ക് ആർ a storage medium from which data is read and which it is written by lasers ഉപയോഗിച്ച് ഡാറ്റ റീഡ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ഒപ്റ്റിക്കൽ ഡിസ്ക് ഈസ് റാൻഡം ആക്സസ് സ്റ്റോറേജ് മീഡിയം. റാൻഡം ആക്സസ് ആയിട്ടുള്ള ഒരു മീഡിയം ആണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ഇൻഫർമേഷൻ ക്യാൻ ബി ഈസിലി റീഡ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ഡിസ്ക്. ഡിസ്കിൽ ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് റീഡ് ചെയ്യാൻ കഴിയും. അടുത്ത സി ഡി റോം. സി ഡി റോമിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി എന്നാണ്. അപ്പോൾ നമ്മള് മോഡ്യൂൾ 1 കുറച്ച് ഭാഗം, അതായത് ആദ്യത്തെ ഒരു പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. തുടർന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പം വീഡിയോ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം എനിവേ താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.